ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് മനോഹരമായ ഒരു വില്ലയാണ്. എറണാകുളം ജില്ലയിൽ പള്ളിക്കര പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ വിശേഷങ്ങൾ അറിയണ്ടേ? ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ പള്ളിക്കരയിൽ പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. പെരിങ്ങാല ജംഗ്ഷനിൽ നിന്നും 1.3 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വില്ലയിലേക്കുള്ള ദൂരം വരുന്നത്. വലിയൊരു വില്ല പ്രൊജക്ട് ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് പെരിങ്ങാല ജംഗ്ഷനിലേക്ക് 1.3ഉം ഇൻഫോ പാർക്കിലേക്ക് വെറും 6.4 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കാക്കനാട് കളക്ടറേറ്റിലേക്ക് 9.9ഉം ഇടപ്പള്ളി ഭാഗത്തേക്ക് 16 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 25 കിലോമീറ്റർ ആണ്. തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 11 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ, കംപ്ലീറ്റ് ആയിട്ട് ടാർ റോഡ് തന്നെയാണ്. അതും നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ്. 2 വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഉള്ള റോഡാണ് ഇതിന്റെ ഫ്രണ്ടിലൂടെ കടന്നു വരുന്നത്. വന്ന് നേരെ നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു വില്ലയുടെ ഫ്രണ്ടിലാണ്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദൂരേന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു വീട് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ നല്ലൊരു ഹൈറ്റിലും കൂടെയാണ് വീട് നിൽക്കുന്നത്. യാതൊരു തരത്തിലുള്ള ഫ്ലഡ് എഫക്ട് വരാത്ത ഏരിയയാണ്. വീടിന്റെ ഒരു സൈഡ് റോഡ് കംപ്ലീറ്റ് ടാർ റോഡും ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ഇന്റർലോക്കിംഗ് ടൈലുമാണ് തിരിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ പ്രത്യേകത നോക്കുവാണെങ്കിൽ 4.5 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും 5 ബാത്റൂമുകളും 2 കിച്ചണും 2 കാർ പാർക്കിംഗ് ഫെസിലിറ്റിയാണ് കിട്ടുന്നത്. നമുക്ക് കോമൺ ആയിട്ടൊരു ബാത്റൂം കൂടി ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. മതിലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഭംഗിയായ ഡിസൈൻ ആണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേസ് ഇട്ടിട്ടുള്ള കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട്. ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. നമുക്കിവിടെ 2 ഗേറ്റുകൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ചെറിയൊരു ഗേറ്റ് ഉണ്ട്. നമുക്ക് നടന്നു കയറണമെങ്കിൽ ഈ ഒരു ഗേറ്റ് ഉപയോഗിക്കാം. ഭംഗിയായിട്ടൊരു പടിപ്പുര മോഡലിലൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2 ചെറിയ ലൈറ്റുകളും അവിടെ വരുന്നുണ്ട്. മെയിൻ ഗേറ്റ്, വാഹനങ്ങൾ കയറ്റാനുള്ള ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒറ്റ സൈഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. എൻട്രൻസിന്റെ ഈ ഭാഗത്ത് കാണുന്ന മതിലിന്റെ ആ ഒരു മോഡലും അവിടെ ലൈറ്റ് ഫിറ്റിംഗ് ഹാങ് ചെയ്തിരിക്കുന്നതൊക്കെ തന്നെ വളരെ വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ അധികമൊന്നും കാണാത്ത നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ്. ക്ലാഡിംഗ് ടൈലുകളും ടെക്സ്ചർ വർക്കുകളും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് എലവേഷനും സൈഡ് എലവേഷനും ഒരുപോലെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. LED ബൾബുകളൊക്കെ ധാരാളം കൊടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോൾ മുറ്റം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് അതിനിടയിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാവുന്ന മെയിൻ കാർ പോർച്ചിലാണ്. നമുക്ക് ഏകദേശം കാർ കവർ ചെയ്ത് നിൽക്കാവുന്ന ഒരു സ്പേസ് ഇവിടെ റൂഫിൽ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാർ വന്നിട്ട് റൈറ്റ് സൈഡിലും ആയിട്ടാണ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിലെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ കോർണർ ഭാഗത്തായിട്ട് ഭംഗിയായിട്ട് ട്രീ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനെ ചുറ്റിനൊക്കെ നോക്കിയാൽ മെറ്റൽ ചിപ്പുകൾ ഇട്ടിട്ട് അവിടെയും ഭംഗിയായ പ്ലാന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മെറ്റൽ ചിപ്പുകൾ വിരിച്ചിട്ട് നമുക്ക് ഫുഡ് സ്റ്റെപ്പ് വെക്കാനായിട്ട് അവിടെയൊക്കെ നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് കിട്ടുന്നുണ്ട്. ഡ്രൈവേഴ്സിനും സർവൻസിനും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു കോമൺ ടോയ്ലറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നല്ല സ്പേഷ്യസ് ആയ വഴിയാണ് ഈ ഒരു ഭാഗത്തൊക്കെ കിട്ടുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള സ്പേസ് ഇവിടെയും കിട്ടുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടേഴ്സ് വെക്കാനൊക്കെ നമുക്ക് ഇവിടെയാണ് ആ ഒരു കേജ് കിട്ടുന്നത്. ഇതാണ് കിച്ചന്റെ ഡോർ. ഇവിടെയായിട്ട് നമുക്ക് കിണർ വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത്, വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്പുകൾ വിരിച്ചിട്ട് ഫുഡ് സ്റ്റെപ്പ് വെക്കാനായിട്ട് സ്റ്റോൺസ് ആണ്. ഇവിടെയും നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു ചെയർ ഇടാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. റൂഫും കാർപോർഷന്റെ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നിറയെ ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ വന്നിട്ട് പടിഞ്ഞാറോട്ടാണ് ദർശനം വരുന്നത്. ഇതാണ് ഡോറിന്റെ പാറ്റേൺ വരുന്നത്. ഒറ്റപ്പാളിയിൽ വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്നാൽ നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഗ്രേ ഷെയ്ഡിലെ ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് നമുക്ക് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
വിൻഡോസ് തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ കാണുന്ന വിൻഡോസിന്റെ സെയിം പാരലൽ ആയിട്ട് തന്നെ നമുക്ക് മുകളിലും വിൻഡോസ് കിട്ടുന്നുണ്ട്. താഴെ 2 സെറ്റ് ഓഫ് വിൻഡോസും മുകളിൽ അതുപോലെ തന്നെയാണ് 2 സെറ്റ് ഓഫ് വിൻഡോസ് വരുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ നിറയെ പാനലിംഗ് വർക്കുകളും നേരെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും ആണ് വിസിബിൾ ആയിട്ടുള്ളത്. ലിവിംഗ് സ്പേസിന്റെ നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 11.5 അടി നീളവും 11 അടി വീതിയുമാണ് കിട്ടുന്നത്. സ്ട്രേറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഡോർ തുറന്ന് വരുമ്പോൾ തന്നെ TV യൂണിറ്റ് ആണ് കാണാവുന്നത്. ഭംഗിയായിട്ട് വൈറ്റ് കളറിലും ബ്രൗൺ കോമ്പിനേഷനിലുമാണ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് കബോർഡുകളും വരുന്നുണ്ട്. ബാക്കിലൊക്കെ LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളാണ് വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ വരുന്ന സമയത്ത് ഈ കാണുന്ന റൂഫ് നമുക്ക് റൂഫിംഗ് ചെയ്തിട്ടുണ്ട്. അവിടെയും കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളാണ് വരുന്നത്. അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു സ്പേഷ്യസ് ആയ ഏരിയ കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാൾ ഇവിടുന്ന് കുറച്ച് മാറിയിട്ടാണ് എങ്കിൽ പോലും ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ക്ലാഡിംഗ് ടൈലുകളാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഭംഗിയായിട്ടൊരു ഷോ ലൈറ്റ് അവിടെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇത് സ്ലൈഡ് ചെയ്യാവുന്ന ഒരു ഗ്ലാസ് ഡോർ ആണ്. അതിന് ഡബിൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് അയണിൽ ഇവിടെ നല്ലൊരു ഗേറ്റ് കൂടി തീർത്തിട്ടുണ്ട്. പുറത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങാവുന്ന നല്ലൊരു സംവിധാനം കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ഒന്നാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ്. മരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11 അടി നീളവും 9 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വിൻഡോസ് വരുന്നുണ്ട്. 2 സിംഗിൾ വിൻഡോസും ഈ ഒരു ഭാഗത്തും കിട്ടുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകൾ കൊണ്ടുള്ള വർക്കുകളും LED ബൾബുകളും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഡിസൈൻ ആണ് അതിന് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഗ്രേ കളറിൽ നല്ല ഡിസൈൻ വരുന്ന ടൈലാണ് ബാത്റൂമിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് തന്നെ എൻട്രൻസ് നോക്കി കഴിഞ്ഞാൽ വുഡൻ ആയിട്ട് ചെയ്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തുള്ള വോള് നോക്കുവാണെങ്കിൽ നല്ല വുഡിന്റെ ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. നമുക്ക് വാഷ് ബേസിൻ കൂടിയാണ് ഇനി അവിടെ ഫിറ്റ് ചെയ്യാനുള്ളത്. താഴെ കബോർഡുകൾ വരുന്നുണ്ട്. സൈഡിലും കബോർഡ്സ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരികയാണ്. സ്റ്റെപ്പുകളൊക്കെ നോക്കിയാൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ്, ഹാൻഡ് റെയിൽസും നമുക്ക് സേഫ് ആയിട്ട് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടേഴ്സ് ഒക്കെ വയ്ക്കാൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗത്തുള്ള വോള് നിങ്ങൾ നോക്കിക്കോളൂ. ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകൾ അവിടെ ഒട്ടിച്ചിരിക്കുന്നത്. നല്ലൊരു ഭംഗിയാണ് നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ തന്നെ കാണാനായിട്ട്. നമുക്കിത് നേരെ ഡൈനിങ്ങിലേക്ക് പോകാം. ഈ കാണുന്ന സ്പേസ് ആണ് നമ്മുടെ ഡൈനിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നത്. 10 അടി നീളവും 10 അടി വീതിയുമാണ് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഏകദേശം ഒരു 5 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. സ്ട്രെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ കേബിൾസ് ഒക്കെ ലെഗ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിലും പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾ കിച്ചൺ കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് രണ്ടാമത്തെ ബെഡ്റൂം കൂടെ കണ്ടിട്ട് കിച്ചൺ കാണാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11 അടി വീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് 4 വിൻഡോസ് കിട്ടുന്നുണ്ട്. വാർഡ്രോബുകൾ വുഡൻ കളറിലും ഡിസൈനിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ബ്രൗൺ ഷെയ്ഡിലാണ്. ഫിറ്റിംഗ്സ് എല്ലായിടത്തും തന്നെ ജെറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ നോക്കുവാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്താണ് കിച്ചന്റെ സ്ഥാനം. ഓപ്പൺ കിച്ചൺ ആണ്. എൻട്രൻസ് നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് വുഡനിൽ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ഗ്ലാസിന്റെ ഡോറാണ് അതിന് കൊടുത്തിരിക്കുന്നത്. പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. എൻട്രൻസിൽ തന്നെ 3 ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒന്നാമത്തെ കിച്ചൺ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 6 പേർക്ക് വരെ നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് കിച്ചണകത്ത് കിട്ടുന്നുണ്ട്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ ഗ്രേ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷൻ നിങ്ങൾക്ക് കാണാം. അതിന് ബാക്കിൽ തന്നെയായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ വുഡൻ കളർ കോമ്പിനേഷനും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലുമാണ് ക്യാബിനറ്റ്സ് വരുന്നത്. ഹിന്ദു വെയറിന്റെ ഒരു ചിമ്മിണി കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ കിച്ചൺ ക്ലോസ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് അവിടെ ഡോർ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് രണ്ടാമത്തെ കിച്ചണിലാണ്. അവിടെയും സ്പേഷ്യസ് ആണ്. നിറയെ കബോർഡുകളാണ് ചെയ്തിരിക്കുന്നത്.
ഇവിടെയും നമുക്ക് സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നുണ്ട്, നമുക്ക് വിൻഡോസും കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടാണ് രണ്ടാമതൊരു കിച്ചൺ കൂടി ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് കയറി വന്നത്. അവിടെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പിന്റെ മുകളിലുള്ള ഭാഗം നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് സ്പേസ് ഉണ്ട്, സ്ട്രെയിറ്റ് വരുമ്പോഴും സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലാണ്. 3 വിൻഡോസ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. ടി വി വെക്കാനായിട്ട് ഇവിടെയാണ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിൽ ബാക്ക്ഗ്രൗണ്ട് പാനലിംഗ് വർക്കുകളും താഴെ നോക്കുവാണെങ്കിൽ കബോർഡുകളായിട്ടുമാണ് തിരിച്ചിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ വുഡൻ പാനലിംഗ് വരുന്നുണ്ട്. അവിടേക്ക് LED സ്ട്രിപ്പുകളും ലൈറ്റുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാളിനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗം നോക്കിയാൽ അതിന്റെ റൂഫിൽ നമുക്ക് പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കാണാം. നമുക്ക് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇട്ടിരിക്കുന്നതിന്റെ നേരെ താഴെ വരുന്നത് നമ്മുടെ ലിവിംഗ് സ്പേസ് ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കണ്ടതാണ്. താഴെ ഇവിടെ 2 ബെഡ്റൂമുകൾ കണ്ടു, മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കൂടി കാണാനുണ്ട്. ബെഡ്റൂം കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന്റെ അടുത്തായിട്ട് യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട്. വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിത് ബിൽഡറോട് സംസാരിച്ചിട്ട് കവർ ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയ കിട്ടുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസുമാണ് വരുന്നത്. മുകളിലത്തെ നിലയിലുള്ള 1ാമത്തെ ബെഡ്റൂം ടോട്ടലി 3ാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11 അടി വീതിയുമാണ്. സ്ട്രൈറ്റ് വരുമ്പോൾ ഇവിടെയായിട്ടാണ് വാർഡ്രോബ്സ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ വരുന്നുണ്ട്. ഇവിടെയായിട്ട് 4 വിൻഡോസ്. റൂഫിൽ നോക്കിയാൽ ഭംഗിയുള്ള കളർ പെയിന്റിങ്ങും അതിന്റെ കൂടെ LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഏരിയയിൽ നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഗ്രേ കളറിൽ ഡിസൈൻ വരുന്ന ടൈലാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇവിടെയായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 11 അടി വീതിയുമാണ്. ആ കാണുന്ന വോളിൽ ഗ്രീൻ ആണ് വരുന്നത്. അവിടെ വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ 2 സിംഗിൾ വിൻഡോസ്. റൂഫിൽ ഭംഗിയുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ വോളിലേക്ക് താഴെ ഭാഗത്തേക്കൊക്കെ LED സ്ട്രിപ്പുകൾ വരുന്നുണ്ട്. ഭംഗിയായിട്ടാണ് റൂഫ് വരുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടെ എന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ബ്രൗൺ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ബാൽക്കണിയാണ് നമുക്ക് കാണാനുള്ളത്. ഈ ഒരു പാസേജ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത് ഇവിടെയായിട്ടാണ് ബാൽക്കണി വരുന്നത്. ചെറിയൊരു ബാൽക്കണിയാണ് നമുക്ക് കിട്ടുന്നത്. വീടിന്റെ ഫ്രണ്ട് വ്യൂവിന് ഏറ്റവും കൂടുതൽ മാറ്റ് കൂട്ടുന്ന ഒരു ഏരിയ ആണിത്. കാരണം ഇവിടെ നമുക്ക് ക്ലാഡിംഗ് ടൈലുകളാണ് ഒട്ടിച്ചിരിക്കുന്നത്. വലിയൊരു റൗണ്ട് വരുന്നുണ്ട്. ഹാൻഡ് ടൈൽസ് ഒക്കെ കൊടുത്ത് സേഫ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയ്ക്കടുത്ത് പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്താണ്. ബസ് റൂട്ടിനൊക്കെ വളരെ അടുത്താണ്. വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4.5 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകൾ ഉണ്ട്. ഇവിടെ 4 ബാത്റൂമുകൾ കൂടാതെ എക്സ്ട്രാ 5ാമതൊരു ബാത്റൂം കൂടി നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവേഴ്സിനും സെർവൻസിനും ഒക്കെ അത് യൂസ് ചെയ്യാവുന്നതാണ്. 2 കിച്ചണുകൾ കിട്ടുന്നുണ്ട്. 2 കാർ പാർക്കിങ്ങിനുള്ള ഫെസിലിറ്റിയുമാണ് കിട്ടുന്നത്. 4.5 സെന്റ് ഓഫ് ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 BHKയും 5 ബാത്റൂംസും ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ 2 കിച്ചൺസും 2 കാർ പാർക്കിംഗ് ഫെസിലിറ്റിയും ഉണ്ട്. കിണർ വെള്ളമുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,10 ലക്ഷം രൂപയാണ്. 1.10 CR എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരുന്നതായിരിക്കും. ലോൺ ഫെസിലിറ്റിയിലും ഈ വീട് ഞങ്ങൾക്ക് നിങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. കയ്യിലുള്ള ക്യാഷ് നമുക്ക് ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കാം. ബാക്കി നിങ്ങളുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് മാക്സിമം ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകണ്ട, സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.